ഈ യോഗാസനങ്ങൾ ശരിക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനുള്ളതാണ്. കാരണം ഇത് മസിൽ പെരുപ്പിക്കുകയല്ല ശരിക്കും ചെയ്യുന്നത്, ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ശാരീരികവും മാനസികവും ആയിട്ടുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടി. അതൊരു പാക്കേജാണ് ശരിക്കും പറഞ്ഞാൽ. ശരീരത്തിന് നമ്മൾ ഇന്നത്തെ ഈ സ്ട്രെസ്ഫുൾ ജീവിതത്തിൽ നമ്മൾ മനസ്സിന് വേണ്ടിയിട്ടുള്ള, മൈൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ എക്സസൈസ്, ജിമ്മ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതിലൊക്കെ ശാരീരികമായിട്ടുള്ള ഒരു മസിൽ പവർ കൂടാനും അതുപോലെ ഫിസിക്കൽ അപ്പിയറൻസ് അതിലേക്ക് കൂടാനാണ് സഹായിക്കുന്നത്. പക്ഷേ യോഗാസനം എന്ന് പറയുമ്പം അത് മനസ്സിൻ്റെയും കൂടി ഉള്ള, അതായത് മെൻ്റൽ ഹെൽത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മെൻ്റൽ ഹെൽത്തും കൂടി ബൂസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ചിട്ടകളാണ് അതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കുകയും ഇത് ഫോളോ ചെയ്യുകയും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. യോഗാസനങ്ങളിലൂടെ എന്ന എൻ്റെ ഈ പ്രോഗ്രാമിൽ ഇന്ന് താടാസനം എന്ന പോസ്റ്ററിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പതഞ്ജലി യോഗയിലെ ഒരു പോസ്റ്ററാണ് താടാസനം. താടാസനം എന്ന് പറഞ്ഞാൽ തന്നെ ശരീരം നല്ല ബലമായിട്ട് നിൽക്കുക, പർവ്വതം പോലെ ഉയർന്നു നിൽക്കുക എന്നുള്ളതാണ് താടാസനത്തിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അതിന് ചെയ്യേണ്ട എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, കാലിൻ്റെ ഊറ്റികളും പെരുവിരലും ചേർത്ത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, നട്ടിൽ നിറഞ്ഞിരിക്കണം, കൈകൾ ചേർത്ത് പിടിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് കൈകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുക. കോർത്ത് പിടിച്ചതിന് ശേഷം വയറിൻ്റെ ഭാഗം മേലോട്ട് വലിക്കുക, കുറച്ച് നെഞ്ചുകൾ ഉയർന്ന് നിൽക്കുക, കഴുത്ത് നേരെ നിൽക്കുക. എന്നിട്ട് കൈ കൊണ്ടുപോയിട്ട് നേരെ തലയിലേക്ക് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ വിരലുകളിൽ പൊങ്ങുകയാണ്, കൈ അതേപോലെ മേലോട്ട് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം പിടിക്കുക, മേലോട്ട് പിടിക്കുക, നമ്മൾ ബാക്കിലേക്ക് നിൽക്കുക, അതായത് കൈ കാണുന്നു. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മാറ്റിൽ ചെയ്യണം, കാരണം ഒരു എർത്തായി പോകരുത് എന്നുള്ളതാണ്, എനർജി എർത്തായി പോകരുത്. അപ്പോൾ ഒരു മാറ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കൈകൾ കോർത്ത്, കൈകൾ മേലോട്ട് ഇങ്ങനെ കോർത്ത ഈ പൊസിഷനിലാണ് നിൽക്കണം, മേലോട്ട്. അപ്പം ഇങ്ങനെ നിൽക്കുമ്പം നമ്മളെ എന്ത് ചെയ്യണം, വിരലുകളിൽ നമ്മൾ പൊങ്ങുക, ശ്വാസം പിടിക്കുക, വിരലുകളിൽ പൊങ്ങുക, കൈകൾ സ്ട്രെയിറ്റ് ആയിട്ട് മേലോട്ട്. അപ്പോൾ വയറ് ഉള്ളിലേക്ക് കുറച്ച് പോകും, നെഞ്ച് ഉയർന്നു നിൽക്കും, കഴുത്തിൻ്റെ ഭാഗത്ത് നേരെ. ശ്വാസം പിടിച്ച് ഒരു 3-5 സെക്കൻഡ് നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക, വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുക, വീണ്ടും കൈ വയ്ക്കുന്നു. ഒന്നുകൂടി കാണിക്കാം, കൈ വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ വയറുള്ളിലേക്ക് വരുമ്പോൾ കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, മലബന്ധം ഒഴിവാകാൻ വേണ്ടി നല്ലതാണ്, ശരീരത്തിന് ദൃഢത വരാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പിന്നെ ഈ ഒരു താടാസനം എന്ന പോസ്റ്റർ കൊണ്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചെയ്യുന്ന കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ മറുപടി കിട്ടുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്ട്രക്ടറാണ്, അതിനോടൊപ്പം തന്നെ യോഗ ട്രെയിനറും കൂടിയാണ്. So please cooperate and do it.